ഹലോ ദിസ് ഇസ് Marian. You guys are watching in Road Marriage. So ഇന്ന് എന്താ ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവരും ചെയ്തു വരുന്ന ഒരു കോമൺ കാര്യം തന്നെയാണ് ഹൂ നോ മീ ബെറ്റർ. അതിന് വേറെ ആരുമല്ല എൻ്റെ രണ്ട് ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ അവരെന്നെ പരിചയപ്പെടുത്തും. പേര് പറയൂ. അനൽ. ദുർഗ. ഓക്കെ. അപ്പോൾ എൻ്റെ +1 +2 കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ രണ്ട് ഫ്രണ്ട്സാണ് ഇവര്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ട് കുറെ സ്കൂൾ അടയ്ക്കുന്ന ടൈമിൽ കണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങിന് പോകാൻ വിചാരിച്ചു. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അറിയണം, എന്തായാലും വീഡിയോ എടുക്കണമല്ലോ. ഞാൻ വിചാരിച്ചു ഈ ഒരു ചാലഞ്ച് ചെയ്യാന്ന്. അപ്പോൾ ഇവര് രണ്ടുപേർക്ക് ആർക്കാണ് എന്നെ കൂടുതൽ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ തോൽക്കണവർക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. എന്താ വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവും പുറത്തേക്ക്. അപ്പോൾ തോൽക്കണ ആളുടെ വക ബാക്കി ഞങ്ങൾ രണ്ടാൾക്ക് ലൈം, അവരുടെ കാശിന്, അവരുടെ ചെലവിന്. ഓക്കെ. ഞാൻ സേഫാണ് കഴിച്ചു. ഇവര് രണ്ടുപേരിലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ഭയങ്കര ഇതായിക്കോളണം കേട്ടോ. ഓക്കെ. കേക്കട്ടെ. അപ്പൊ അത് മറ്റേലല്ലേ, അത് ഓർബിറ്റായി വെച്ചിട്ട് നട്ടി വെച്ചിട്ട് അങ്ങനെ കൊച്ചിയില് എനിക്കറിയാമല്ലോ. അതെ. അപ്പൊ ഞാനിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഒന്നുമില്ലൊക്കെ ChatGPT ചോദിച്ചിട്ടാണ്, വേറൊന്നും അറിയില്ല. ഒക്കെ സെയിം ക്വസ്റ്റ്യൻസ്, എല്ലാ വീഡിയോസിലും കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എന്നാലും അധികം അവർക്ക് അറിയാൻ നോക്കണല്ലോ. കോമഡി എന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല എന്റെ ഇഷ്ടങ്ങളും സാധനങ്ങളും. ഞാൻ തന്നെ അങ്ങനെ മാനം നോക്കിയിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കണ്ടിട്ട്. നമുക്ക് നോക്കാം. ലൈമിന്റെ കാര്യം മറക്കണ്ട, അതുകൊണ്ട് ബി സീരിയസ്. ഓക്കെ. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ട് ഇനി. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ. ഫേവറേറ്റ് കളർ? അറിയായിരിക്കും ഗൈസ്. രണ്ടാൾക്ക് മാർക്കുണ്ട് ഗൈസ്. എനിക്ക് പറയേ, നിങ്ങൾ എന്തോ ഉത്തരവ്? ഡാർക്ക് ബ്ലൂ. ഡാർക്ക് ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുറച്ചും കൂടി ഇഷ്ടം ഡാർക്ക് ബ്ലൂ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക് പോവാം. എന്റെ ഫേവറേറ്റ് ഫുഡ്? ഇതൊക്കെ അറിയവർക്ക്. അൽഫാം മന്തി. അപ്പൊ അതൊക്കെ പറയണേ. ഓക്കെ. അപ്പൊ അൽഫാം മന്തിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അച്ഛൻ വാങ്ങി തരുന്നില്ല. അല്ല, തരും, പക്ഷെ ഇപ്പൊ ഈ ഇടയായിട്ട് തരുന്നില്ല. മയോണൈസ് ഭയങ്കര അപകടകാരിയായ സാധനമാണെന്നാണ് അച്ഛൻ പറയുന്നത്. ശരിയാണ്, പക്ഷെ നമുക്ക് ടേസ്റ്റ് ആണ് പ്രധാനം. ഭയങ്കര ഇഷ്ടമാണ്. വാങ്ങി തരുമോ? ഇന്ത്യയിൽ കാശില്ലേ? ഓക്കെ. മന്തി ആക്കാറുന്നില്ല പണിഷ്മെന്റ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 200 രൂപ കയ്യില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് ചോക്ലേറ്റ് ആണോ ഐസ്ക്രീം ആണോ കൂടുതൽ ഇഷ്ടം? ഐസ്ക്രീം. എനിക്ക് ഐസ്ക്രീമാണ് ഇഷ്ടം. ചോക്ലേറ്റ് ഇഷ്ടമാണ്, പക്ഷെ ചിലതൊന്നും എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഡയറി മിൽക്ക് ഒരു 2 പീസൊക്കെ കഴിച്ച് എനിക്ക് മത്തി പിടിച്ച് അങ്ങനെ ഇരിക്കും. ഭയങ്കര കിറുക്കാണ് ഓവർ മധുരം കഴിച്ചു കഴിഞ്ഞു. ഐസ്ക്രീം കുഴപ്പമില്ല, നല്ലതാ. ഈ സമയത്ത് കഴിക്കാനും പറ്റില്ല, മഴയാണ്, തൊണ്ടയ്ക്ക് പ്രശ്നം. മഴയൊക്കെ ഐസ്ക്രീം കഴിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. എന്റെ ഫേവറേറ്റ് കാർട്ടൂൺ? ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇതൊന്നും ചർച്ച ചെയ്യുന്ന സമയം ഞങ്ങൾക്കില്ല. ഞങ്ങൾ വേറെ പലപ്പോഴും ചർച്ച ചെയ്യും. കാർട്ടൂൺ ഏതൊരു കാർട്ടൂൺ ഇഷ്ടം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അതന്നെ. അവള് ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കും അടിക്കണ കാലത്ത്. അതെ, കുറെ മുക്കല് മോഡലൊക്കെ ഉള്ളത് കാർട്ടൂൺ. അതെ. അയ്യോ അതന്നെ. ഹണി ബണി അല്ലെങ്കിൽ രണ്ടൊക്കെ ഇഷ്ടം.
അനിവണ്ണി ഞാൻ ഇപ്പളാ കൊറോണ ടൈമിൽ തോന്നുന്നുണ്ട് ഈ വേറെ പണിയൊന്നുമില്ലല്ലോ ഇരുന്ന് കാണും. ഓക്കെ. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് എളുപ്പം. ഞങ്ങൾ മൂന്നാൾക്കും ഒരേ സബ്ജക്ട് തന്നെ ഇഷ്ടം. പിന്നെ വേറെ അതെ വേറെ ഒരു സബ്ജക്ട് ഞങ്ങൾക്ക് കഴിവ് പ്രകടിപ്പിക്കുന്നതിനെ പറ്റിയിട്ടില്ല. ഓക്കെ പറഞ്ഞോ. മലയാളം. മലയാളമാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര എന്താ പറയാ ഈ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇതിന്റെ ഇടയിലൊക്കെ ഒന്ന് റിലാക്സ് ആയിരിക്കാൻ പറ്റിയൊരു പീരീഡാണ് മലയാളം അല്ലേ? തടസ്സ ടീച്ചർ. അയ്യോ തടസ്സ ടീച്ചറൊക്കെ മിസ് ചെയ്യുന്നുണ്ട് മിസ്സിനെ. കാരണം മിസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എത്ര കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിലും ഭയങ്കര ഇഷ്ടം. ഭയങ്കര അത്രയും കെയറിങ് ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും. മിസ്സിനൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. മിസ് ഇത് കാണുന്നുണ്ടാവൂലേ? ഓക്കെ. നമ്മളെ മൂന്നാളെ കണ്ടാലിനൊക്കെ എടുത്ത് നോക്കൂ. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. ഞാന് എപ്പോഴാ രാവിലെ എണീക്കാറ്? ഒരു ഏകദേശ സമയം ഇപ്പോഴോ പണ്ടോ? രണ്ടും പറയും. സ്കൂളിലേക്ക് പോന്നിരുന്ന ടൈമിലും ഇപ്പൊ ഉള്ളതും. ശരിയാ. ഇപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ അങ്ങനെ നേരത്തെ എനിക്കുണ്ടാവില്ലായിരിക്കുമല്ലോ. സ്വാഭാവികം. ആലോചിച്ചൂടെ? സ്കൂൾ ടൈം 6 മണി. ഇപ്പൊ 9 മണി. 6 മണിക്ക് പറ്റിയാറുണ്ടോ? ഞാൻ പറഞ്ഞില്ല. പറയ്. സ്കൂൾ ടൈം 7. മറ്റേത് 9 അല്ലെങ്കിൽ 10. 7:30 എനിക്ക് ബസ് വരും. അപ്പൊ 7 മണിക്ക് എണീറ്റ് വരാറൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ. ഞാനെന്തോട്ട് ഇങ്ങനെ അവിടെ നിന്ന് ചാടി ഇങ്ങോട്ട് വരെ. ഞാൻ 6 മണി 6:30 ആ ഒരു ടൈമിൽ എണീക്കും. ഇല്ലെങ്കിൽ എനിക്ക് ബസ് കിട്ടില്ല. ഞാന് പറഞ്ഞില്ലേ ആരുടെ ടൈമിൽ എണീക്കും. അപ്പൊ 9 മണി 10 ഓക്കെ. ഓക്കെ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഞാൻ പ്രിഫർ ചെയ്യണത് അതായത് വീട്ടിൽ നിൽക്കണതാണോ ഷോപ്പിങ്ങിന് കറങ്ങാൻ പോണതാണോ എനിക്ക് ഇഷ്ടം കൂടുതൽ? വീട്ടിലിരിക്കുന്നതാണോ അത് കറങ്ങാൻ പോണതാണോ? ഷോപ്പിംഗ്. വീട്ടിലിരിക്കുന്നത്. ആന്റിന് മാർക്കില്ലാട്ടാ. എനിക്ക് വീട്ടിലിരിക്കാൻ ഇഷ്ടം. എനിക്ക് പുറത്തു പോയി ഇഷ്ടം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പോലെ എങ്ങനെയാലും വീട്ടിലെത്തിയാൽ മതി എന്നാവും. അപ്പൊ വീട്ടിലിങ്ങനെ സുഖമായി കിടന്നുറങ്ങ് ആരും ശല്യപ്പെടുത്താനില്ല. അതെനിക്കിഷ്ടം. വീട്ടിലിരിക്കണം. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഇഷ്ടമുള്ളത് പറഞ്ഞു മലയാളം. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എനിക്ക് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി 3 ഇഷ്ടമല്ല. അതില് തീരെ ഇപ്പൊ ഇഷ്ടമില്ലാത്തതുണ്ട്. ഇപ്പൊ ഒക്കെ ഇഷ്ടമല്ല. ഇപ്പോഴോ? +2 എത്തിയപ്പോ എനിക്ക് ഇഷ്ടമല്ല. രണ്ടാളുടെയും തെറ്റാണ്. കെമിസ്ട്രി കെമിസ്ട്രി എന്തൂട്ടാ ഓർഗാനിക് കെമിസ്ട്രി എന്തോന്ന് നമ്മൾ ബാക്കി എന്തെങ്കിലും മറ്റേ എന്താ പറയാ ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും കണക്കൂട്ടി വെച്ച ഓട്ടെ തിയറി ഉണ്ട്. പിന്നെ മാത്സ് ആണെങ്കിലും എന്ത് മറ്റേ എന്താ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ അതൊഴിച്ച് ബാക്കിയൊക്കെ അത്യാവശ്യം അറിയാലോ. കെമിസ്ട്രി ഒന്നും അറിയില്ല. തിയറി അറിയില്ല. മറ്റേ ഇതും അറിയില്ല. നിങ്ങൾക്ക് എന്താ ഫിസിക്സ് ഒക്കെയാണോ? കെമിസ്ട്രി +1 നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഫസ്റ്റ് എത്തിയപ്പോ മൊത്തം ഒരു 3/4 ഓർഗാനിക് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടല്ല. എനിക്ക് മാർക്ക് കുറവ് കെമിസ്ട്രിയിൽ. ഞങ്ങൾക്കും അല്ലേ? ഇവർക്കും എല്ലാവർക്കും. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തത്. എന്റെ 10th എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരെ പോലെ എനിക്ക് 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അവർ എന്നിട്ട് തുടങ്ങി പോലെ അവരുടെ 2 പേര് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും. അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ മോൾ പറയൂലോ. അവര് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. എങ്ങനെയും കുറെ കാലമായി കണ്ടിട്ട് കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു.
ഇപ്പൊ ആരും ഇനി കാണാൻ പറ്റും തോന്നുന്നില്ല. എല്ലാരും പഠിച്ച് കോളേജിലൊക്കെ എത്തി, ഫുൾ ബിസി. ഇതന്നെ ഞങ്ങളിപ്പോ ഇനി എത്ര കാലം കഴിഞ്ഞ് ഞങ്ങൾ കാണുകയെന്ന് അറിയില്ല. കാരണം അവള് ഒരു ഇതിന് പോയി കഴിഞ്ഞു. ഞങ്ങളിനി കിട്ടണല്ലേ, ഞങ്ങൾക്കിനി കോളേജൊക്കെ കിട്ടണം. ഓക്കെ കഴിഞ്ഞ ഒരാളുടെ പേര് റിനു സ്വത്ത്. 1 മാർക്ക് 1 മാർക്ക്. സ്വത്ത് റിനു, നിത റിസ്വാന. ഇവര് രണ്ടുപേരാണ് ഇവരെ പോലെ എനിക്ക് അവരും ഭയങ്കര സ്പെഷ്യലാണ്. എന്റെ 10th ഓൾമോസ്റ്റ് 7th തൊട്ടിട്ട് കൂടുള്ള ഫ്രണ്ട്സാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് തീരുമാനിക്കാം ആരും എനിക്ക് ലൈവ് വാങ്ങി തരും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ഉണ്ടാക്കി അറിയണം തന്നെ, അറിയായിരിക്കും. ഞാന് ഇപ്പൊ +1 +2 ഇവർക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടിയത്. ഈ ഒരു 2 വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിഷമിച്ചൊരു ദിവസം, എനിക്ക് എന്താ പറയാ, എങ്ങനെയല്ലോ ഓടിപ്പോയാലോന്ന് തോന്നി. ഇത്ര വിഷമിച്ചൊരു ദിവസം ഉണ്ട്. ഒരു ദിവസം ഫുള്ള് കൂട്ടക്കരച്ചിലായിരുന്നു. ഇവളില്ല, ഞങ്ങളുണ്ടാവും. നമുക്ക് ചിരി വരും കരണ്ടുണ്ട് കഴിഞ്ഞാൽ. അതിനും ഭേദല്ല നമ്മളുടെ കരച്ചില് കാണണം. ചിരിക്കുള്ളൂ, ചെറിയൊന്നും മനസ്സിലാവില്ല. ഓക്കെ, എഴുതിയാ എന്നാ പറയും? ബർത്ത്ഡേ. ഏത് ബർത്ത്ഡേ? നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ എടി +1 +2 അങ്ങനെ. അതില് +2 ബർത്ത്ഡേ. +2 ബർത്ത്ഡേ. ഇന്ന് ഭയങ്കര ക്ലാസ്സിൽ ഭയങ്കര സീനായി. അത് കാര്യം ഞാൻ പറയണില്ലേ. അപ്പൊക്ക് വിഷമിപ്പിക്കണം. ഞങ്ങളെ രണ്ടാൾക്കും പണി കിട്ടണ ഒരു രീതിക്ക്, പണിയല്ലല്ലോ എന്താ പറയാ, രണ്ടാൾക്ക് എഫക്റ്റ് ചെയ്യണ രീതിക്ക് ഒരു സംഭവം നടന്നു. അപ്പൊ അതിന് ഞങ്ങള് കരച്ചിലിന്റെ പൊന്നി മറക്കുന്ന. അവിടെ ബിഗ് ബോസിലെ റൂബിനൊക്കെ ആയിരുന്നു അവസാനിച്ചിരിക്കുന്നു. അപ്പൊ നമുക്കിനി പണിഷ്മെന്റ് ആർക്കാ കൊടുക്കണ്ടെന്ന് പറയണം. അതിന് മാർക്ക് നമ്മൾ നോക്കണം. അപ്പൊ ആരുടെ ആണോ ഫസ്റ്റ്, ആരുടെ ആണോ നിങ്ങളെ തീരുമാനിക്കും? ഓക്കെ, നെറ്റിന് 15 ഉണ്ട് കേട്ടോ. എന്താ ടീച്ചർ കളിക്കി, ആരും ഒന്നും ഒന്നാക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അവിടെ സ്കൂളിൽ ഒരു പരിപാടി ഉണ്ടാവില്ലേ? 17. നിനക്ക് അതങ്ങനെ ഞാൻ ഇവൾക്ക് കൂടുതൽ കിട്ടിയ വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ പണിഷ്മെന്റ് അനറ്റ് ഏറ്റ് വാങ്ങിയിരിക്കുന്നു. കൈയടിക്കൂ. അപ്പൊ മിന്റ് ലൈവ് വേണ്ട കേട്ടോ. അങ്ങനെ ഇത്ര വലിയ ക്ലാസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കാണ്ട് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യടൂ. വെല്ല് അടിച്ചവിടെ വെക്കണം അവരുള്ളൊരു വെല്ലാണ്. ഓക്കെ, അപ്പൊ ശരി, ബൈ.